ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. 3 സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. അതിൽ ആദ്യത്തേത് വ്യസന സമേതം ബന്ധുമിത്രാദികൾ കളക്ഷനാണ്. സിനിമയുടെ ഇന്നലെ വരെയുള്ള കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ വന്നിരിക്കുന്നു. അത് പ്രകാരം 2,90,00,000 രൂപയാണ് സിനിമയുടെ ആദ്യ 3 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ്. ഇന്നത്തെ സിനിമയുടെ കേരള ട്രാക്കിംഗിലേക്ക് വരികയാണെങ്കിൽ തിങ്കളാഴ്ച സിനിമയ്ക്ക് 17 ലക്ഷത്തിന് മുകളിൽ കേരള ട്രാക്കിംഗ് ഗ്രോസ് ഉണ്ട്. ഇന്ന് 35 ലക്ഷത്തിലധികം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമയ്ക്ക് ഇന്നത്തോടെ 3,50,00,000 വേൾഡ് വൈഡ് ഗ്രോസിലേക്ക് 4 ദിവസങ്ങൾ കൊണ്ട് എത്തപ്പെടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായി ഇപ്പോഴത്തെ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുത്ത റോന്തിന്റെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെയും ആദ്യ 3 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് വന്നിരിക്കുന്നു. അത് പ്രകാരം വളരെ മികച്ച വേൾഡ് വൈഡ് കളക്ഷൻ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. കേരളത്തിൽ 2 കോടിയിൽ പരം ഗ്രോസ് നേടിയെടുത്ത സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഗ്രോസ് 4,85,00,000 രൂപയാണ് വെറും 3 ദിവസങ്ങൾ കൊണ്ട് വന്നിരിക്കുന്നത്. ഇന്ന് തിങ്കളാഴ്ച 22 ലക്ഷത്തിന് മുകളിൽ കേരള ട്രാക്കിംഗ് ഗ്രോസ് വന്ന സിനിമയ്ക്ക് ഇന്നത്തോടെ 2,50,00,000 മുകളിൽ കേരള ഗ്രോസും വേൾഡ് വൈഡ് കളക്ഷൻ 5,50,00,000 എത്തപ്പെടുന്നതാണ്. തഗ് ലൈഫ് ഈ ജൂൺ മാസത്തിലെ വലിയ ഇന്ത്യൻ സിനിമകളിൽ ഒന്നായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ. തമിഴിലെ തന്നെ വലിയ സിനിമയായിട്ട് ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ കമലഹാസൻ സിനിമ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദുരന്തമായിട്ട് തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ മാറിയിരിക്കുകയാണ്. 11 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് പുറത്തു വരുമ്പോൾ 42 കോടിയിലധികം തമിഴ്നാട്ടിലെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് വേൾഡ് വൈഡ് കളക്ഷൻ 96 കോടിയോളം രൂപയാണ്. 100 കോടിയിലേക്ക് ഇനിയും സിനിമ എത്തപ്പെട്ടിട്ടില്ല. ഇനി എത്തപ്പെടാൻ സാധ്യതയില്ല എന്നാണ് തമിഴ് ട്രാക്കേഴ്സ് തന്നെ പുറത്തുവിടുന്ന റിപ്പോർട്ട്. ഇന്നലെ ഞായറാഴ്ചയായിട്ട് പോലും സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ പോലും 1 കോടി കളക്ഷൻ വന്നിട്ടില്ല. അപ്പോൾ ആകെ മൊത്തത്തിൽ വലിയ ദുരന്തമായിട്ട് വലിയ താരനിര ഭാഗമായ സിനിമയായിരുന്നിട്ടും ചിത്രം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു സമയത്ത് കമലഹാസനേക്കാൾ താഴെയായിരിക്കും സൂര്യയുടെ സ്റ്റാർഡം എന്നാണ് കരുതിയത്. എന്നാൽ റെട്രോ എന്ന സിനിമയുടെ കളക്ഷനിലേക്ക് പോലും നിലവിൽ തഗ് ലൈഫ് എത്തപ്പെട്ടിട്ടില്ല. തഗ് ലൈഫ് പോലെ തന്നെ പാൻ ഇന്ത്യൻ പ്രൊമോഷനോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ കങ്കുവ കളക്ഷനിലേക്ക് തഗ് ലൈഫ് എത്തപ്പെടില്ല എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കമലഹാസനേക്കാൾ സ്റ്റാർഡം സൂര്യയ്ക്കുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നു. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വിക്രമിന് മുന്നേ ഉണ്ടായിരുന്ന കമലഹാസന്റെ ഒരു ബോക്സ് ഓഫീസ് അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലേക്ക് തിരികെ കമലഹാസൻ മടങ്ങിപ്പോകുകയാണോ എന്ന് പോലും സംശയിപ്പിക്കുന്ന ലെവലിലേക്കാണ് തഗ് ലൈഫിന്റെ ബോക്സ് ഓഫീസ് പ്രകടനം STR കൂടി ഉണ്ടായിരുന്നിട്ടും പോകുന്നത്. ഇന്ത്യൻ ഡ്യുവലാം തന്നെ 150 കോടിയിൽ പരം കളക്ഷൻ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം വിക്രം എന്ന സിനിമയ്ക്ക് ശേഷമുള്ള കമലഹാസൻ സിനിമ, അതോടൊപ്പം തന്നെ ഇന്ത്യൻ എന്ന ബ്രാൻഡ്, ശങ്കർ എന്ന ബ്രാൻഡ് എല്ലാം തന്നെ കാരണമാണ് എന്ന് കൂടിയാണ് ഇപ്പോഴത്തെ തഗ് ലൈഫിന്റെ ബോക്സ് ഓഫീസ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷക അഭിപ്രായം എന്താണ്? തഗ് ലൈഫിന്റെ ഫൈനൽ കളക്ഷനായിട്ട് കാത്തിരിക്കൂ.